അസ്സലാമലൈക്കും. നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക്. അതെന്തോ ഡോക്ടർമാർ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അപ്പോ മോനാണെങ്കിൽ ഇപ്പൊ ദുബായിക്ക് പോയിട്ട് 10-26 ദിവസമായിട്ടുള്ളൂ. ഓന് കായ് കിട്ടാനും ആയില്ല. അപ്പൊ അത് വന്നിക്കാണെങ്കിൽ ഞാൻ അജയരട്ടിന് വാങ്ങിയ കായ് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കൊണ്ടുത്തരും. അപ്പോ അജയരൊന്ന് സഹായി. എന്റെ കാര്യങ്ങൾ കണ്ടു പരിഹാരമായി കിടക്കുകയാണ്. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, പള്ളി കമ്മിറ്റിയായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാം. അല്ല, അത് നാളെ ഓപ്പറേഷൻ ഒരു പുതിയ കിട്ടുന്നില്ല. എവിടെ പോകുന്നത്? അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ ബിൽഡിംഗ് ഒക്കെ അവിടെ കിടക്കണം, ഒന്ന് അവിടെയുണ്ട്. അല്ലാണ്ടൊന്നും ചെയ്യാനില്ല. ബിൽഡിങ്ങിന്റെ പണി വാങ്ങുകൊടുക്കുകയാണ്. എന്താണ് തമ്പേ എന്തോ ആലോചിച്ച് നടന്നു പോയതാ മോനെ. നോക്കിയാ കിടക്കണ്ടേ? ഇത് റോഡല്ലേ, വീണ അതിനെന്താ പറ്റൂ? എന്തോ ആലോചിച്ച് തട്ടിയില്ലല്ലോ, വൈക്കിലായി. എന്നാ ശരി. അല്ലെങ്കിൽ എന്ത് പറ്റിയ വണ്ടി വരെ നിങ്ങൾ കാണില്ല? എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ എന്തോ ആലോചിച്ച് പോന്നാ മോനെ. നിങ്ങൾക്ക് എന്താ അത്രയും വലിയ ടെൻഷൻ? നാളെ ഓളോ ഓപ്പറേഷൻ ആണേ. അപ്പൊ അതിന്റെ പെണ്ണുങ്ങളെ, അപ്പൊ അതിന്റെ ഓടിപ്പാച്ചില്ല. പൈസ ആളെ തന്നെ ചെയ്തില്ലെങ്കിൽ ആളെ കിട്ടൂല എന്നൊക്കെയാ പറയുന്നത്. മോനാണ് പോയിട്ട് 10-20 ദിവസമായിട്ടുള്ളൂ. ഓന് ശമ്പളം കിട്ടാനൊന്നും ആയില്ല. അപ്പൊ ഓരോരുത്തരോട് ചോദിച്ചിങ്ങനെ വരികയാണ് ഓരോ കാര്യങ്ങൾ. ഒന്നും നടന്നില്ല. എന്താ ചെയ്യാ? ബാക്കിയൊക്കെ റബ്ബിന്റെ. ഏതായാലും നിങ്ങൾ പഠിത്തനോട് പ്രാർത്ഥിക്കും, ഞങ്ങളും പ്രാർത്ഥിക്കാം. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കും. അതിനെ പറ്റി നിങ്ങൾ ബേജാറാണ്. ഏതായാലും നിങ്ങൾ ആ ബൈക്കല്ലേ, വീട്ടിലേക്കല്ലേ? അന്ന് എൻ്റെ ഒപ്പം പോയി. നമ്മൾ ഓഫീസിന്റെ അവിടെ ഇറങ്ങാം. നിങ്ങൾ ഇരിക്കി, എല്ലാം ശരിയാവും. ദൈവത്തിനോട് പ്രാർത്ഥിക്കും. സമാധാനമില്ല. കുടിക്കാൻ വെള്ളം എന്തേലും വേണം? ഒന്നും വേണ്ട. ഒന്നും അവിടെ ആവുന്നില്ല. ആവശ്യമില്ല ടെൻഷൻ അല്ല. ഏതായാലും നിങ്ങൾ ഇരിക്കുക, അപ്പൊ വരാം കേട്ടോ. 5 മിനിറ്റ് ഇരിക്കും, റെസ്റ്റ് എടുക്കും. നിങ്ങൾ കാത്തുനിന്ന് മുഷിഞ്ഞോ? എന്ത് മോശം. ഇതേപോലെ ദീപാവലി ഒക്കെ അല്ലേ, നമ്മളെ വക ചെറിയൊരു കേട്ടോ. നമ്മൾ ബേജാറാണ്. ഞങ്ങൾ പഠിച്ചോണ്ട് പ്രാർത്ഥിക്കാം, എല്ലാം റെഡിയാവും. നമ്മളും പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾ വീട്ടിൽ പോയി സന്തോഷമായി പോയി. കുട്ടിയോടെ കാഴ്ചയൊക്കെ പറയിട്ടോ. കുറച്ചനെ ഇതെന്താ കാട്ടുന്നത്? ഞാൻ ചിത്രം വരയ്ക്കുക. മൂത്താപ്പ ഇതിന്റെ അകത്ത് കായും സ്വർണ്ണോ? എന്റെ റബ്ബേ, നല്ല മനുഷ്യന്മാർ ഭൂമിയിലുണ്ട്. ഓരോരുത്തരും ജാതിയും മതവും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അടി ഉണ്ടാക്കുക. എത്ര നല്ല മനുഷ്യൻ. പടച്ചോൻ അയാളെ രക്ഷിക്കട്ടെ. വേറെന്താ പറയുക?